ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങളെ സർക്കാർ അവഗണിക്കുന്നുവെന്ന ആക്ഷേപം. റെക്കോർഡ് തിരുത്തി മിന്നും പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് പോലും പ്രഖ്യാപിച്ച പാരിതോഷികം ഇതുവരെ ലഭിച്ചിട്ടില്ല. 8 വർഷമായി തുക കുടിശ്ശികയാണ്. ഈ സമീപനം താരങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നതാണെന്ന വിമർശനവും ശക്തമാണ്. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡൽ നേടി കേരളത്തിന്റെ അഭിമാനമായി മാറുന്ന കായിക താരങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പാരിതോഷങ്ങൾ 8 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. 3,70,50,000 രൂപയാണ് അത്ലറ്റിക്സിലെ ദേശീയ രാജ്യാന്തര നേട്ടങ്ങൾക്ക് പാരിതോഷികമായി ആൻസി സോജന ഇനിയും സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. 3.75 ലക്ഷം രൂപ കണ്ട് എനിക്ക് കിട്ടാനുള്ളതിൽ ഉണ്ട്. അത് കുറേ പെൻഡിങ് ആണ്. നമ്മൾ മത്സരത്തിൻ്റെ തിരക്ക് കാരണം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അത് കിട്ടുകയാണെങ്കിൽ അത്രയധികം ഉപകാരങ്ങളായിരുന്നു. കാരണം സ്പോർട്സ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ കാര്യങ്ങൾ സ്പെൻഡ് ആവുന്നൊരു ഫീൽഡ് തന്നെയാണ്. യാത്ര, കോമ്പറ്റീഷൻ കിറ്റ്, സപ്ലിമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല അതൊരു പ്രചോദനം കൂടിയാണ്. കാരണം ഒന്നില്ലെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിനുള്ള ഒരു പാരിതോഷികമാണല്ലോ. വനിതാ ലോങ് ജമ്പിൽ 22 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തകർത്ത വിസ്മയ നേട്ടത്തിന് കൈയടിക്കുമ്പോഴും ആൻസി സോജൻ അടക്കമുള്ളവരെ സർക്കാർ അവഗണിക്കുകയാണെന്നാണ് ആക്ഷേപം. ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആൻസി സോജൻ ഇതുവരെ 4 സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നേടിയ ഒരു വെള്ളിയും ഒരു വെങ്കലവും ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുടെ പാരിതോഷികവും ഇതുവരെ ലഭിച്ചിട്ടില്ല. പാരിതോഷികം മുടങ്ങിക്കിടക്കുന്നത് ഭയങ്കര ഒരു ഇതാണ്. മുന്നും ഇങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ ആയിണ്ട് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. എനിക്ക് ഏഷ്യൻ ഗെയിംസ് മെഡൽ വന്നിട്ട് അതിൻ്റെ കുറച്ച് വൈകിട്ടാണെങ്കിലും കിട്ടി. പക്ഷെ ബാക്കി നാഷണൽ കോമ്പറ്റീഷൻ്റെ ഇനിയും പെൻഡിങ് ആണ്. എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഒരുപാട് മെഡലുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് അത്ലീറ്റ്സിൻ്റെയും കിടക്കുന്നുണ്ട്. ഒളിമ്പിക്സ് മുതൽ ദേശീയ മത്സരങ്ങൾ വരെ വിവിധ കായിക ഇനങ്ങളിൽ മെഡൽ നേടുന്ന കേരള താരങ്ങൾക്കുള്ള പാരിതോഷികം നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. വ്യക്തിഗത ഇനങ്ങളിൽ ദേശീയ സീനിയർ ചാമ്പ്യൻഷിപ്പിലെ സ്വർണം, വെള്ളി, വെങ്കല മെഡലുകൾക്ക് യഥാക്രമം 30,000, 20,000, 15,000 രൂപ വീതമാണ് സമ്മാനത്തുക. വിവിധ ഇനങ്ങളിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേട്ടങ്ങൾക്ക് 2 ലക്ഷം, 1,50,000, 1 ലക്ഷം വീതവും നൽകേണ്ടതുണ്ട്. എന്നാൽ ഉത്തരവുകളിൽ പ്രഖ്യാപിച്ച ഈ തുക 2018 അവസാനമായി സംസ്ഥാനത്തെ കായിക താരങ്ങളുടെ കയ്യിലെത്തിയത്. തമിഴ്നാട് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃക ചൂണ്ടിക്കാട്ടിയാണ് കായിക താരങ്ങളുടെ വിമർശനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.